ജീവിതത്തിൽ ചില സമയങ്ങളിൽ നമുക്ക് തോന്നാറില്ലേ എല്ലാം കൈവിട്ടുപോയി എന്ന്. ഇനി എന്താണ് ചെയ്യേണ്ടതെന്നറിയാത്തൊരവസ്ഥ. മുന്നോട്ട് പോകാൻ ഒരു വഴിയും കാണുന്നില്ല. എത്ര ധൈര്യമുള്ള ആളാണെങ്കിലും ചില പ്രതിസന്ധികൾക്ക് മുന്നിൽ നമ്മൾ തളർന്നു പോകും. ചിലപ്പോൾ അത് സാമ്പത്തിക പ്രശ്നങ്ങളായിരിക്കാം, ജോലിയിലെ ബുദ്ധിമുട്ടുകളായിരിക്കാം, കുടുംബത്തിലെ വിഷമങ്ങളായിരിക്കാം, അല്ലെങ്കിൽ ആരോടും ഒന്നും തുറന്നു പറയാൻ പോലും പറ്റാത്ത ഒരു മാനസിക ഭാരമായിരിക്കാം. അത്തരമൊരു സമയത്ത് ശ്രീകൃഷ്ണ ഭഗവാനെ സ്മരിച്ചുകൊണ്ട് ജപിക്കാവുന്ന ഒരു മനോഹരമായ മന്ത്രത്തെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. ഹരേ കൃഷ്ണ. കൃഷ്ണഗിരി ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പുറമേ നിന്ന് നോക്കുമ്പോൾ നമ്മൾ സാധാരണ പോലെയിരിക്കും. എല്ലാവരോടും സംസാരിക്കും, ചിരിക്കും, നമ്മളുടെ ജോലികൾ ചെയ്യും. പക്ഷേ നമ്മളുടെ ഉള്ളിൽ എന്താണ് നടക്കുന്നത് എന്ന് നമുക്ക് മാത്രമേ അറിയൂ. രാത്രിയിൽ എല്ലാവരും ഉറങ്ങിക്കഴിഞ്ഞാൽ ഒറ്റയ്ക്കിരിക്കുമ്പോൾ ആ വിഷമം വീണ്ടും വീണ്ടും മനസ്സിലേക്ക് വരും. ഇതിനി ഒരു പരിഹാരം ഉണ്ടാകുമോ എന്ന് നമ്മൾ ചോദിക്കും. അത്തരമൊരു സമയത്ത് നമുക്ക് ഒരു കാര്യം ഓർക്കാം. നമ്മൾ ഒരിക്കലും ഒറ്റയ്ക്കല്ല. നമ്മളുടെ വിഷമങ്ങൾ കേൾക്കാനും നമ്മുടെ മനസ്സിന് ധൈര്യം നൽകുവാനും ഭഗവാനെ ആശ്രയിക്കാനും നമുക്ക് എപ്പോഴും കഴിയും. ഇന്ന് അത്തരമൊരു പ്രതിസന്ധി ഘട്ടത്തിൽ ശ്രീകൃഷ്ണ ഭഗവാനെ സ്മരിച്ചുകൊണ്ട് ജപിക്കാവുന്ന ഒരു മന്ത്രത്തെക്കുറിച്ചാണ് നമ്മൾ പറയുന്നത്. ഈ മന്ത്രം ശ്രീകൃഷ്ണ ഭഗവാനോടുള്ള ഒരു സമർപ്പണമായിട്ടുള്ളൊരു പ്രാർത്ഥനയാണ്. ഈ മന്ത്രം നമ്മൾ വെറുതെ വാക്കുകൾ ഉച്ചരിക്കുന്നത് പോലെയല്ല ജപിക്കേണ്ടത്. ഓരോ വാക്കും അർത്ഥം മനസ്സിലാക്കി ഭഗവാനെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് ജപിക്കുമ്പോഴാണ് അതിൻ്റെ ഭക്തിഭാവം പൂർണ്ണമായി അനുഭവിക്കാൻ കഴിയുന്നത്. ഒരു കാര്യം പ്രത്യേകം ഓർക്കുക. ജീവിതത്തിൽ പ്രശ്നങ്ങൾ വന്നപ്പോൾ മാത്രം ഭഗവാനെ ഓർക്കണം എന്നല്ല. സന്തോഷമുള്ളപ്പോഴും നമ്മളുടെ ജീവിതം നന്നായി പോകുമ്പോഴും ഭഗവാനെ ഓർക്കാൻ നമുക്ക് കഴിയണം. കാരണം പ്രാർത്ഥന എന്നത് പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടി മാത്രമുള്ളതല്ല. ഭഗവാൻ എന്നത് വിഷമങ്ങൾ വരുമ്പോൾ മാത്രം ഓടിച്ചെന്ന് വിളിക്കാനുള്ള ഒരാളല്ല. നമ്മുടെ മനസ്സിനെ ശക്തിപ്പെടുത്താനും സംഭവിക്കുന്ന കാര്യങ്ങളെ നേരിടാനുമുള്ള ധൈര്യം കൂടിയാണ് നാമജപം. നമ്മൾ വലിയൊരു വിഷമത്തിലൂടെ കടന്നു പോകുമ്പോൾ മനസ്സ് ഒരേ കാര്യം വീണ്ടും വീണ്ടും ചിന്തിച്ച് കൂടുതൽ അസ്വസ്ഥതമാകും. അത്തരം സമയത്ത് കുറച്ചു നേരം എല്ലാം മാറ്റിവെച്ച് ശാന്തമായ ഒരിടത്തിരിക്കുക. ശ്രീകൃഷ്ണ ഭഗവാന്റെ ഒരു ചിത്രം മുന്നിൽ വയ്ക്കുക. അല്ലെങ്കിൽ കണ്ണുകൾ അടച്ച് ഭഗവാന്റെ മനോഹരമായ രൂപം മനസ്സിൽ സങ്കല്പിക്കുക. മനസ്സിലുള്ള വിഷമങ്ങളെല്ലാം ഭഗവാന്റെ കാൽക്കൽ സമർപ്പിക്കുന്നതായി കരുതുക. എന്നിട്ട് പതുക്കെ ഞാൻ പറയുന്ന ഈ മന്ത്രം ജപിക്കുക. ഇത് എങ്ങനെയെങ്കിലും ചൊല്ലി തീർത്താൽ മതി എന്ന ധാരണയിൽ വേഗം ചൊല്ലേണ്ട ആവശ്യമില്ല. ഓരോ വാക്കും വ്യക്തമായി ഉച്ചരിച്ച് ഭക്തിയോടെ ശ്രദ്ധയോടെ മനസ്സിനെ ഭഗവാനിൽ നിർത്തിക്കൊണ്ട് വേണം ഇത് ജപിക്കാൻ. ഈ മന്ത്രം ജപിക്കുന്നതിന് ഒരു പ്രത്യേക സംഖ്യ, അതായത് ഇത്ര തവണ ജപിക്കണം എന്ന് നിർബന്ധമാണെന്ന് കരുതേണ്ടതില്ല. ഒരുപാട് തവണ ജപിച്ചിട്ട് മനസ്സ് മറ്റെവിടെയെങ്കിലും ആയിരിക്കുന്നതിനേക്കാൾ നല്ലത് മനസ്സോടെ കുറച്ച് തവണ ജപിക്കുന്നത് തന്നെയാണ് വളരെ ഉത്തമം. ഇനി ജപിക്കേണ്ട മന്ത്രം എന്താണെന്ന് ഞാൻ പറയാം. ഓം കൃഷ്ണായ വാസുദേവായ ഹരേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. ഓം കൃഷ്ണായ വാസുദേവായ ഹരേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. ഒരു വട്ടം കൂടി പറയാം. ഓം കൃഷ്ണായ വാസുദേവായ ഹരേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. ഇതാണ് മന്ത്രം. ഇത് നിങ്ങൾക്ക് എത്ര വട്ടമാണോ ജപിക്കാൻ പറ്റുന്നത്, എത്ര മനസ്സിരുത്തി ജപിക്കാൻ പറ്റുമോ അത്രയും വട്ടം മാത്രം ജപിക്കുക. ഇതിൻ്റെ അർത്ഥം, ഭഗവാനെ, എൻ്റെ വിഷമങ്ങൾ എനിക്ക് ഒറ്റയ്ക്ക് താങ്ങാൻ കഴിയുന്നില്ല. ഞാൻ അങ്ങയിൽ ശരണം പ്രാപിക്കുന്നു. എൻ്റെ മനസ്സിന് ധൈര്യം നൽകണമേ.
എന്നൊരു സമർപ്പണമാണ് ഇതിലൂടെ നമ്മൾ നടത്തുന്നത്. നമ്മളിത് പ്രാർത്ഥിച്ചു എന്ന് വെച്ച് ഒറ്റ നിമിഷം കൊണ്ട് നമ്മളുടെ എല്ലാ പ്രശ്നങ്ങളും ഇല്ലാതാകുമെന്ന് പറയുന്നില്ല. പക്ഷേ പ്രാർത്ഥനയിലൂടെ ഈ പ്രശ്നത്തെ ഞാൻ ധൈര്യത്തോടെ നേരിടും, ഭഗവാൻ എൻ്റെ കൂടെയുണ്ട് എന്നൊരു വിശ്വാസം നമ്മളുടെ ഉള്ളിൽ വളർത്താൻ കഴിയും. അതാണ് നമ്മളെ വീണ്ടും എഴുന്നേൽപ്പിക്കുന്നത്. ശ്രീകൃഷ്ണ ഭഗവാന്റെ ജീവിതം തന്നെ നോക്കൂ. എത്രയോ പ്രതിസന്ധികളിലൂടെയാണ് ഭഗവാൻ കടന്നുപോയത്. എന്നിട്ടും ഓരോ സാഹചര്യത്തെയും ധൈര്യത്തോടെ നേരിട്ടു. ഇരുട്ടെത്ര വലുതായാലും ഒരു ചെറിയ വെളിച്ചം മതി വഴി കാണിക്കാൻ. അതുപോലെ നമ്മുടെ ജീവിതത്തിലെ ഈ വിഷമകാലവും ഒരു നാൾ കടന്നു പോകും. അതുകൊണ്ട് ഇനി എപ്പോഴെങ്കിലും മനസ്സ് വല്ലാതെ തളർന്നു പോയാൽ ഒന്ന് ശാന്തമായിരിക്കൂ, കണ്ണുകൾ അടയ്ക്കൂ, ഭഗവാനെ മനസ്സിൽ ധ്യാനിക്കൂ. സ്നേഹത്തോടെയും ഭക്തിയോടെയും കൂടി ഈ മന്ത്രം ജപിക്കുക. നിങ്ങളുടെ മനസ്സിൽ ഒരു ചെറിയ സമാധാനവും പ്രതീക്ഷയും വരുന്നത് നിങ്ങൾക്ക് അനുഭവിക്കാൻ കഴിയും. ശ്രീകൃഷ്ണ ഭഗവാന്റെ അനുഗ്രഹം നമ്മളുടെ എല്ലാവരുടെയും ജീവിതത്തിൽ എന്നും ഉണ്ടാകട്ടെ. നമ്മുടെ വീടുകളിൽ സമാധാനവും സന്തോഷവും ഐശ്വര്യവും എന്നും നിറയട്ടെ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എങ്കിൽ ഒരു ലൈക്ക് ചെയ്യണേ. ഒപ്പം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇതുപോലെയുള്ള ഭക്തിയും അറിവും നിറഞ്ഞ വീഡിയോകൾക്കായി കാത്തിരിക്കുക. വിഷമത്തിലിരിക്കുന്ന നിങ്ങളുടെ പ്രിയപ്പെട്ട ബന്ധുക്കളിലേക്കോ കൂട്ടുകാരിലേക്കോ ഇത് ഷെയർ ചെയ്യാൻ കൂടി മറക്കരുതേ. എല്ലാവർക്കും ഭഗവാന്റെ എല്ലാ അനുഗ്രഹങ്ങളും സദാ കൂടെ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് സർവം കൃഷ്ണാർപ്പണമസ്തു.